ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പാർട്ട് 1 വീഡിയോ നമ്മുടെ ധാവണി സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അതായത് ആദ്യത്തേൽ നമ്മൾ കട്ടിങ് മാത്രമാണ് പറഞ്ഞത്, അപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ തുണി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപകാരമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു അജറക്ക് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തിട്ട് പാവാടയുടെ അടിഭാഗത്തും അതുപോലെ തന്നെ ഷോളിലൊക്കെ പിടിപ്പിക്കുന്നുണ്ടെന്ന്. ആ പിടിപ്പിക്കുന്ന സാധനം നമുക്ക് വീണ്ടും പറിച്ച് മാറ്റിയിട്ട് നമ്മൾ അടുത്തൊരു ബ്ലൗസ് തുണി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലൗസ് തുണി ഇച്ചിരി കൂടുതൽ എടുത്തതിന് ശേഷം ആ ഒരു മെറ്റീരിയൽ നമുക്ക് നമ്മുടെ പാവാടയുടെ അടിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അതായത് റീയൂസബിൾ ആണ് ഈ തരത്തിൽ നിങ്ങൾ തയ്ച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗം നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. അത് നമ്മളിത് ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അത് തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് കഴുത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് മുൻപ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെ തന്നെ തേച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മളൊരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നല്ല തുണിയിലോട്ട് നമ്മളിത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ വരച്ചേക്ക് നിങ്ങൾക്ക് കാണാമല്ലോ, ആ വരയെ കൂടെ തന്നെ നമ്മൾ കറക്റ്റ് അടിച്ചെടുക്കണം. ആ കറക്റ്റ് ലൈനിൽ കൂടെ അടിച്ചെടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഏത് നെക്കാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഇല്ലെങ്കിൽ ബ്ലൗസിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ക്യാൻവാസിൽ നമ്മൾ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പിൽ, ആ ഷേപ്പിൽ തന്നെ അരികു ചേർത്ത് തന്നെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളത് നല്ല തുണിയുടെ നെക്കിൻ്റെ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുക്കണം. അതിനുശേഷം അകമ്പുറം തിരിച്ചെടുക്കണം. അപ്പം ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് ആയിക്കോട്ടെ ബാക്ക് പീസ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ടിനും ഇതുപോലെ മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. നമുക്ക് തയ്ക്കുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ മുട്ടുസൂചി വെച്ചത് കാണിച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും തുണി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ല. അപ്പോൾ ഈ ഒരു രീതി ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുക്കണം. അപ്പം ഓരോ കോർണറും കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസ്. നമ്മുടെ ബാക്കിൽ നമ്മൾ ഓപ്പണിങ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് ബാക്കിൽ ഓപ്പണിങ് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ക്യാൻവാസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേ രീതി ചെയ്തെടുത്തതിന് ശേഷമാണ് ബാക്കിൽ നമ്മൾ ഓപ്പണിങ് ഇടുന്നത്. അപ്പോൾ ഓപ്പണിങ് ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ബാക്കിലാണ് നമ്മൾ ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇതേ രീതി നമ്മൾ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഇഞ്ച് വീതിയുള്ള 2 പീസ് തുണി എടുക്കണം നമ്മൾ ബ്ലൗസിൻ്റെ, അതായത് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തരത്തിലുള്ള 2 പീസ് തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് തയ്ച്ചെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിൽ നമ്മളിത് കണ്ടില്ലേ, കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കഴുത്ത് ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ തേച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പ്രിൻസസ് കട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ലൈനിങ്ങുമായിട്ട് നമ്മുടെ നല്ല തുണി ചുറ്റിനും അടിച്ചെടുക്കണം. അതിനുശേഷം അതും ഒന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി നമുക്കതെല്ലാം ഒരുമിച്ച് കൂട്ടി അടിച്ചെടുക്കാം. പിന്നെ സ്ലീവ് നമ്മുടെ ലൈനിങ്ങുമായിട്ട് ചേർത്ത് ഏറ്റവും അടിഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് തേച്ചെടുത്തിട്ടുണ്ട്. തേച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് വൃത്തിയായിരിക്കും. കൂട്ടി അടിച്ചെടുക്കുമ്പോൾ എളുപ്പം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഫ്രണ്ട് പോർഷൻ നമുക്കത് കൂട്ടിയടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഹുക്ക് പിടിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് പിടിപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബാക്കിൽ ഹുക്ക് പിടിപ്പിക്കുന്ന പോർഷൻ തയ്ച്ചെടുക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, കഴുത്തിൻ്റെ വിരിവ് നമ്മൾ ആദ്യമേ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കുറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. നമ്മൾ കണ്ടില്ലേ, കറക്റ്റ് ഷേപ്പിന് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ കൂട്ടിയടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഷോൾഡർ കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഷോൾഡർ കൂട്ടിയടിച്ചപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഫ്രണ്ട് ഭാഗം കുഴിച്ച് വരയ്ക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളത് മറക്കാതെ അത് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ച് വീതിയുള്ള തുണി നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിൽ പിടിപ്പിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തതിന് ശേഷം നമ്മൾ പിടിപ്പിച്ച് കൊടുക്കണം. അത് നമുക്ക് പിടിപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ടോട്ടൽ 3 പീസാണ്. അപ്പോൾ 3 ഭാഗത്തും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണം എല്ലാം നോക്കിയതിന് ശേഷം നമുക്കത് കൂട്ടിയടിച്ചെടുത്തിട്ട് വരാം.
ഇനി അടുത്ത നമ്മൾ പാവാടയിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പാവാടയുടെ പീസെല്ലാം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ബ്ലൗസിന് മിച്ചം വന്ന തുണിയാണ് ഈ ഒരു മെറ്റീരിയൽ, അതായത് അജറക്ക് മെറ്റീരിയൽ. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന തുണിയുടെ അളവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കണ്ടില്ല, അതിൻ്റെ വീതി എത്രയാണ് ആ വീതി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ എത്ര പീസാണ് എടുക്കുന്നത് അത്രയും പീസ് എടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് കൂട്ടിയടിച്ചെടുക്കണം. കൂട്ടിയടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മുകൾ ഭാഗവും അടിഭാഗവും അകത്തോട്ട് വെച്ചതിന് ശേഷം നമ്മളത് മടക്കി തേച്ചെടുക്കണം. തയ്ക്കുമല്ല, തേച്ചെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടില്ല, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പാവാടയുടെ അടിഭാഗത്ത് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് മതിയായിരിക്കും മുകൾ ഭാഗവും താഴ്ഭാഗവും ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം നമ്മൾ തേച്ചെടുക്കണം. ആദ്യമേ നമ്മൾ എത്ര പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആ പീസെല്ലാം കൂട്ടിയടിച്ചെടുക്കണം. അതിന് കൂട്ടിയടിച്ചതിന് ശേഷം വേണം ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മുകൾ ഭാഗവും അടിഭാഗവും മടക്കിയതിന് ശേഷം നമ്മൾ തേച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കതെല്ലാം തേച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. കണ്ടില്ല, അപ്പം നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ അകത്തോട്ട് മടക്കി തേച്ച് വെച്ചിട്ടുണ്ട്. അടിക്ക് വല്ല തേച്ച് വെക്കുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എളുപ്പമുണ്ട്, ഈ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റ് കസവിൻ്റെ മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷം അരിക് ചേർത്തടിക്കണം. അപ്പോൾ അരിക് ചേർത്തടിക്കുമ്പോൾ കസവിൻ്റെ തൊട്ട് മുകളിൽ തന്നെ അടിക്കണം. ഒരിക്കലും ആ വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ആ വെള്ള കളറ് നമ്മുടെ പാവാട തുണിയുടെ കളറ് കാണരുത് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റ് ലെവലിന് തന്നെ കസവിൻ്റെ ലെവലിന് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം അരിക് ചേർത്ത് അടിച്ചു കൊടുക്കണം. അപ്പോൾ മുകൾ ഭാഗവും അടിഭാഗവും നമ്മൾ അടിച്ചു കൊടുക്കും. ഇതേ രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ തരത്തിൽ തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും അഴിച്ചു മാറ്റിയതിന് ശേഷം വേറെ നമ്മൾ ബ്ലൗസ് എടുക്കുമ്പോൾ ആ ഒരു തുണി ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ മാറ്റി മാറ്റി തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓരോ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം മൊട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേച്ചെടുക്കുമ്പോൾ കണ്ടില്ല, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബെൽറ്റാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ബെൽറ്റിന് നമ്മൾ തുണി കട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു കസവ് വരുന്ന ഭാഗമാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്, പ്ലെയിൻ ആയിട്ടുള്ള അകത്തുമാണ് വരുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ബെൽറ്റും കൂടെ പിടിപ്പിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ബെൽറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് വശവും നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് മടക്കി അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി അടുത്ത നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ഇറക്കമുള്ളൊരു വീതിയും അതുപോലെ തന്നെ നീളമല്ല 8 ഇഞ്ച് മാത്രമാണ് നമ്മുടെ തുണി. അപ്പോൾ 2 പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല ഭാഗവും ഒരുമിച്ച് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റിന് നമ്മൾ അടിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ 4 മൂലയും കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ചെറിയൊരു ഓട്ടയിട്ട് കൊടുത്തതിന് ശേഷം തുണി നമുക്ക് അകത്തുനിന്ന് പുറത്തെടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കണം. ഒരു സൈഡിലാണ് കൊടുക്കാവുള്ളൂ, 2 സൈഡും തുള വരാൻ പാടില്ല. ഇതേ രീതിയിൽ കൊടുത്തതിന് ശേഷം നമുക്കിത് അകമ്പുറം തിരിച്ചെടുത്തിട്ട് വരാം. അകമ്പുറം തിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ മൂലവശവും കറക്റ്റ് ഷാർപ്പായിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഒരു 6 ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ നടുഭാഗത്തുനിന്ന് മടക്കിയതിന് ശേഷം ഇതേ രീതി വെക്കണം. അതിനുശേഷം 2 സൈഡും നമ്മൾ ചെരിച്ച് അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ഫുള്ള് അടിച്ചെടുക്കുക. അതായത് ചുറ്റിനും അടിച്ചു കൊടുക്കണം, ചെറിയൊരു ഓപ്പണിംഗ് മാത്രം ഇടണം. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കണം. ബാക്കിയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ അകമ്പുറം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് തേച്ചെടുത്തതിന് ശേഷം ഒരു വട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തുകൂടെ ഒന്ന് അരിക് ചേർത്ത് അടിച്ച് കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ തേച്ചും എടുത്തിട്ടുണ്ട്, അരിക് ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ പിടിച്ചത് കൊടുത്തതിന് ശേഷം കുട്ടി കുട്ടി പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടില്ല, അപ്പോൾ ഇതേ ഷേപ്പിനായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എടുത്ത് വെച്ച ഈ ഒരു പീസ് നടുവേന്ന് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് എടുത്ത് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം. കണ്ടില്ല, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഇത് ഒരു 1 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി നമ്മൾ സാധാരണ വള്ളിയൊക്കെ ഇടാനായിട്ട് അടിച്ചെടുക്കുന്ന എങ്ങനെയാണ് അതുപോലെ അടിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളത് നടുക്ക് ഭാഗത്തുകൂടെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ തയ്യൽ സൂചി ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടി തയ്ച്ച് കൊടുക്കണം. തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് തന്നെ തയ്ച്ചെടുത്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതേ ഷേപ്പിന് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും പിൻ ഉപയോഗിച്ചതിന് ശേഷമൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ബ്ലൗസിലോട്ട് നേരെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് പിന്ന് കുത്തിയാണെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് നമ്മളിപ്പം റെഡിയാക്കി വെച്ച ആ ഒരു ഫ്ലവർ ഡിസൈൻ വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ അതോടെ തയ്ച്ച് വെക്കാം, ഇല്ലെങ്കിൽ പിന്നു കൊണ്ടാണെങ്കിലും പിൻ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കത് വീണ്ടും പറിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബ്ലൗസ് കഴുകാവുന്നതാണ്.
ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കണ്ടില്ല, അടിഭാഗമൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ട്രെൻഡ് ആയപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ട്രെൻഡ് ആകുമ്പോൾ ഈ ഒരു തുണി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിന് സ്ഥാനത്ത് അടുത്ത ഏത് തുണിയാണോ വരുന്നത് ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഷോളിൻ്റെ മുന്താണി ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതായത് മുകൾ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാവാടയുടെ സൈഡിലോട്ട് അടിഭാഗം കൊണ്ട് ചേർത്ത് കുത്തി വെക്കുമല്ലോ, അതേ ആ ഒരു ഭാഗത്തും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.